മട്ടാഞ്ചേരി കുരിയച്ചന്റെ നടയിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. വൈറ്റ്ലയും കുണ്ടന്നൂരും തേവരപാലവും തോപ്പുംപടി പാലവും കടന്നാണ് നമ്മൾ പോകുന്നത്. വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ പോകുന്ന വഴികളിലുള്ള കാഴ്ചകളൊക്കെ വളരെ ഭംഗിയാണ്. രണ്ട് സൈഡിലും ഫിഷിംഗ് ബോട്ടുകൾ കിടക്കുന്നത് കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ മഴമൂടൽ ചെറുതായിട്ടുള്ളത് കൊണ്ട് തന്നെ ആകാശമൊക്കെ കാണാൻ വേണ്ടി ഭയങ്കര ബ്യൂട്ടി ആയിരുന്നു. മട്ടാഞ്ചേരിയുടെ ഭാഗത്തേക്ക് കയറുമ്പോൾ വളരെ ഒരു പ്രത്യേകതയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. രണ്ട് സൈഡിലും നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് വർഷം പഴക്കമുള്ള കുറേ ബിൽഡിങ്ങുകൾ കാണാൻ സാധിക്കും. അതും ഭയങ്കര ഏസ്തെറ്റിക് ഫീല് തരുന്നത്. പിന്നെ അത് മാത്രമല്ല, ആ വഴിയിലൂടെ പോകുമ്പോഴത്തേക്കും നമുക്ക് നല്ല സ്പൈസസിൻ്റെ സ്മെല്ലൊക്കെ വരുന്നുണ്ടാകും. അത് മാത്രമല്ല, അവിടെയുള്ള ഓരോ ഷോപ്സിലും നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ എറണാകുളത്ത് കിട്ടുന്നതിനേക്കാളും അടിപൊളി ട്രെൻഡി ആയിട്ടുള്ള ഡ്രസ്സുകളൊക്കെ നമുക്കിങ്ങനെ ഓരോ ഷോപ്പുകളിൽ കാണാനൊക്കെ സാധിക്കും കേട്ടോ. ഈ കാണുന്ന മനോഹരമായ വഴികളൊക്കെ താണ്ടി നമ്മൾ പോകുന്നത് കുരിയച്ചന്റെ നടയിലേക്കാണ്. ഈ മട്ടാഞ്ചേരിയുടെ ഈ പഴയ ബിൽഡിങ്ങുകൾക്കൊക്കെ ഇടയിലാണ് ഈ ഒരു കുരിയച്ചന്റെ നട, കുരിയച്ചന്റെ പള്ളി എന്ന് പറയുന്ന ഒരു ചെറിയൊരു പള്ളി സ്ഥിതി ചെയ്യുന്നത്. ഒരുപാട് ഐതിഹ്യങ്ങളുള്ള ഒരു പള്ളിയാണ്. ഇതിനെ ഭ്രാന്തൻ കുരിയച്ചൻ എന്നും കൂടി പറയുന്നുണ്ട് കേട്ടോ. പഴമക്കാർ പറയുന്ന ഒരു ചെറിയൊരു ഐതിഹ്യം, നമുക്ക് എന്തെങ്കിലും സാധനങ്ങൾ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുരിയച്ചന്റെ നടയിൽ വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സാധനം എടുത്തുകൊണ്ട് പോയവർക്ക് ഭ്രാന്ത് പിടിച്ച് നമുക്ക് തിരിച്ചു കൊണ്ട് തരുമെന്നൊക്കെ പറയുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് അത് മാത്രമല്ല, നമുക്ക് എന്തെങ്കിലും വിഷമങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്ന് കുരിയച്ചനോട് മുട്ടിപ്പായി പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ എന്താണോ നമ്മൾ ആഗ്രഹിക്കുന്നത് അത് നടക്കുമെന്നൊക്കെയാണ് പറയുന്നത്. ഇവിടുത്തെ പ്രധാന നേർച്ചകൾ മെഴുകുതിരി കത്തിക്കുക, അതുപോലെ തന്നെ പൂമാല ചാർത്തുക, പിന്നെ ഈ വിളക്കിൽ എണ്ണ ഒഴിക്കുക, പിന്നെ അവിടെ ഒരു ചെറിയ മാല വെച്ചിട്ടുണ്ടായിരിക്കും, അത് തൊട്ട് നമ്മളുടെ തലയിൽ ഒരു 3 പ്രാവശ്യം ഒഴിയുക. പിന്നെ നമുക്ക് എന്തെങ്കിലും നേർച്ചകൾ കൊടുക്കാനൊക്കെ ഇവിടെ സൗകര്യമുണ്ട് കേട്ടോ. അതിനുള്ളിലേക്കായിട്ട് ഒരു ചെറിയൊരു പള്ളി കൂടിയുണ്ട്. അവിടെ ഇടയ്ക്ക് കുർബാനയൊക്കെ ഉണ്ടാവാറുണ്ട്. വെള്ളിയാഴ്ച ദിവസങ്ങളിലാണ് ഇവിടുത്തെ മെയിനായിട്ട് നൊവേനയും പ്രാർത്ഥനയൊക്കെ ഉണ്ടാവുന്നത്. ഇട ദിവസങ്ങളിൽ വൈകുന്നേരമൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിരക്കൊക്കെ ഉണ്ടാകും. എന്നാലും നമുക്ക് ഈ കുർബാനയൊന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് സ്വസ്ഥമായിട്ട് പള്ളിക്കകത്ത് കയറി ഇരുന്ന് പ്രാർത്ഥിക്കാനും മെഴുകുതിരി കത്തിക്കാനൊക്കെയുള്ള സൗകര്യം അവിടെയുണ്ട്. മുന്നേക്ക് ഇടയ്ക്ക് ഞാൻ ഈ പള്ളിയിൽ പോകുമായിരുന്നു. ഇപ്പോൾ കുറേ ഗ്യാപ്പിന് ശേഷമാണ് പോകുന്നത്. നമ്മുടെ മനസ്സിനൊരു വിഷമം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ ഓടിച്ചെന്ന് അവിടെ ചെന്നൊന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീരാവുന്ന വിഷമങ്ങളൊക്കെ തന്നെ എനിക്ക് ഉണ്ടാവാറുള്ളൂ. പിന്നെ എനിക്ക് ഈ പള്ളിയിൽ പോയിട്ട് എനിക്ക് നടക്കാതെ ഇരുന്ന ഒരു കാര്യം എനിക്ക് സാധിച്ചും കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഒറ്റയ്ക്കല്ലായിരുന്നു പോയിട്ടുള്ളത്, എൻ്റെ കൂടെ സൈനപ്പോളും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും പോയി നല്ല പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് നേരെ അവിടുന്ന് ഇനി പെട്ടെന്ന് വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ച്, നല്ല മഴ വരുന്നുണ്ട്, വീട്ടിലേക്ക് പോകാം. പിന്നെ അവളുടെ കുട്ടികൾ ട്യൂഷന് വിട്ടിട്ടുണ്ട്, അവരെയും പോയിട്ട് പിക്ക് ചെയ്യേണ്ടതായിട്ടുള്ളത് കൊണ്ട് തന്നെ ചാടി പഠിച്ചിറങ്ങുമ്പോഴത്തേക്കുമാണ് പള്ളിയുടെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു ചെറിയ ഷോപ്പ് കണ്ടത്. ഒരുപാട് ഐറ്റംസ് അവിടെ കാണുന്നുണ്ട്. ഞാൻ എൻ്റെ കണ്ണിലായിട്ട് പെട്ടത് ഈ സൺഫ്ലവറിന്റെ ഒരു പോട്ടാണ്. കുറേ നാളുകൊണ്ട് വിചാരിക്കുന്നു ഇങ്ങനെ ഒരു സൺഫ്ലവർ പോട്ട് വാങ്ങിക്കണം എന്ന്. അത് ഇന്ന് അങ്ങ് സഫലമായി. അപ്പം മറ്റൊരു വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.